കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു സെക്ഷൻ പഠിച്ചു തീർത്തു. EMF എന്ന് പറയുന്ന ടോപ്പിക്ക്. EMF, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതുപോലെ ലോസ്റ്റ് വോൾട്ട്, അങ്ങനെയൊക്കെ പഠിച്ചിട്ട് സെല്ലിൻ്റെ കോമ്പിനേഷനാണ് പഠിച്ചത്. സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. അതിൽ പാരലൽ കോമ്പിനേഷൻ നന്നായിട്ട് എഴുതി പഠിക്കുക, ഒരു വലിയ ഡെറിവേഷനാണ്. നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക്കാണ് കിർച്ചോഫ് റൂൾസ്. കിർച്ചോഫ് റൂൾസ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കിർച്ചോഫ്. അദ്ദേഹത്തിൻ്റെ റൂൾസ് എന്നാണ് എഴുതിയത്. അപ്പോൾ രണ്ട് റൂൾസാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഒന്നാമത്തെ റൂളിൻ്റെ പേരാണ് ജംഗ്ഷൻ റൂൾ. കിർച്ചോഫ് റൂൾസിൽ ഒന്നാമത്തെ റൂളാണ് ജംഗ്ഷൻ റൂൾ. എന്താണ് ജംഗ്ഷൻ റൂൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അതായത് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ സർക്യൂട്ടുകളാണ്. അപ്പോൾ ആ സർക്യൂട്ടുകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ റെസിസ്റ്റേഴ്സും ധാരാളം റെസിസ്റ്റേഴ്സും അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സും ഒക്കെയുള്ള ഒരു വലിയ സർക്യൂട്ടിനെ നമ്മൾ സങ്കല്പിക്കുക. എന്താണ്ട് ഇങ്ങനെ പല വഴിക്ക് റെസിസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതുപോലെയൊക്കെയുള്ള സർക്യൂട്ടുകളുണ്ടല്ലോ, ധാരാളം കമ്പോണൻസ് ഉള്ള ഇത്തരം സർക്യൂട്ടുകളിൽ പല പല ബ്രാഞ്ചസിൽ നിന്നും കറണ്ട് വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഇത്തരം പോയിന്റുകളെയാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ജംഗ്ഷൻ അതായത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിൽ നിരവധി ബ്രാഞ്ചസിൽ നിന്നും കറണ്ട് വന്ന് എൻ്റർ ചെയ്യുന്ന പോയിന്റുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ ജംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് റെസിസ്റ്റർ ഒന്നും ഇല്ലാതെ ഞാൻ അതിനെ വരയ്ക്കാം. ഇതാ ഒരു സർക്യൂട്ടാണ്, അതിൽ പല പല ബ്രാഞ്ചസ് ഉണ്ട്. ഇതാ ഈ 5 ബ്രാഞ്ചസ് ഈ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. ഇതിൽ കൂടി വരുന്ന കറണ്ടാണ് I1, ഇതിൽ കൂടി വരുന്ന കറണ്ടാണ് I2, ഇതിൽ കൂടി വരുന്ന കറണ്ടാണ് I3. അപ്പോൾ ഇവിടെ റെസിസ്റ്ററും കാര്യങ്ങളും ഒക്കെ കാണും, അത് നമ്മളിവിടെ വരച്ചിട്ടില്ല. അപ്പോൾ ഒരു സർക്യൂട്ടിലെ ഒരു ജംഗ്ഷനാണ്, 3 ബ്രാഞ്ചസിൽ നിന്നും കറണ്ട് വരുന്നത്. ഇനി ഈ ജംഗ്ഷനിൽ വെച്ച് 2 ബ്രാഞ്ചിലായിട്ട് അത് കറണ്ട് ലീവ് ചെയ്ത് പോവുകയാണ്, I4, I5. അപ്പോൾ നോക്കൂ, ഒരു ജംഗ്ഷൻ, ആ ജംഗ്ഷനിലേക്ക് I1 കറണ്ട് ഇങ്ങോട്ട് വരുന്നു, ജംഗ്ഷനിലോട്ട് വരുന്നു. I2 കറണ്ട് ഈ ജംഗ്ഷനിലേക്ക് വരുന്നു. I3 കറണ്ടും ഈ ജംഗ്ഷനിലേക്ക് വരുന്നു. ഈ ജംഗ്ഷനിൽ നിന്ന് 2 ബ്രാഞ്ചസിലായിട്ട് ആ കറണ്ട് ലീവ് ചെയ്യണം, I4ഉം I5ഉം. ഇത്തരത്തിൽ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഈ ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ടുകളുടെ സമ്മ് I1 പ്ലസ് I2 പ്ലസ് I3 ഈസ് ഈക്വൽ ടു ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടുകളുടെ സമ്മായിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കണം, കാരണം ചാർജസ് കൺസർവ്ഡ് ആണ്. പുതിയ ചാർജസ് ക്രിയേറ്റ് ചെയ്യുകയോ ഡിസ്ട്രോയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 3 ബ്രാഞ്ചസിൽ നിന്നും കറണ്ട് വന്ന് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്ത ശേഷം 2 ബ്രാഞ്ചസിലായിട്ട് അത് ലീവ് ചെയ്ത് പോവാണ്. അപ്പോൾ ഈ വന്നു കയറിയ കറണ്ടുകളുടെ ആകെ തുക തന്നെ ആയിരിക്കും ഈ പോകുന്ന കറണ്ടിൻ്റെ തുകയും. പുതിയൊരു കറണ്ട് ആ ജംഗ്ഷനിൽ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഈ വന്ന കറണ്ട് ഈ ജംഗ്ഷനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നതും ഇല്ല. അപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് വന്ന് കയറുന്ന കറണ്ടുകളുടെ തുക, ഐ മീൻ സമ്മ്, ആ ജംഗ്ഷൻ ലീവ് ചെയ്ത് പോകുന്ന കറണ്ടുകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ദ ആൾജിബ്രായിക് സം ഓഫ് കറണ്ട്സ് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, I1 പ്ലസ് I2 പ്ലസ് I3 മൈനസ് I4 മൈനസ് I5 ഈസ് ഈക്വൽ ടു 0. അതായത് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ്, ജംഗ്ഷൻ റൂൾ വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പറയാം, ദ ആൾജിബ്രായിക് സം ഓഫ് കറണ്ട്സ് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം, ദ ആൾജിബ്രായിക് സം ഓഫ് ആൾ ദ കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0 എന്ന് നാം പറയാൻ പറ്റും. ദ ആൾജിബ്രായിക് സം ഓഫ് ആൾ ദി കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഈസ് 0. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ജംഗ്ഷനിലേക്ക് വന്ന് കയറുന്ന കറണ്ടുകളെ പ്ലസ് ആയിട്ട് എടുക്കണം, ജംഗ്ഷൻ ലീവ് ചെയ്യുന്ന കറണ്ടുകളെ മൈനസ് ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് 0 എന്നും പറയാം. ഈ ഇക്വേഷനെ തന്നെയാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻ്റാണ് നമുക്ക് ജംഗ്ഷൻ റൂളിന് കൊടുക്കാൻ പറ്റുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ജംഗ്ഷൻ റൂൾ. ജംഗ്ഷൻ റൂൾ ഏത് ലോയുടെ എഫക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാർജസ് കൺസർവ്ഡ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ലോ ഇവിടെ നിലനിൽക്കുന്നത്. ടോട്ടൽ കറണ്ട് വന്ന് കയറുന്ന കറണ്ട് എത്രയാണോ അത്രയും കറണ്ട് തന്നെ ആയിരിക്കും ലീവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് 1 മാർക്കിന് സ്ഥിരം ചോദിക്കുന്നതാണ്, കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ഈസ് ദ ഇഫക്റ്റ് ഓഫ് വിച്ച് ലോ എന്ന് ചോദിച്ചാൽ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസ് എന്ന് എഴുതണം. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജംഗ്ഷൻ റൂൾ എന്ന് എഴുതിയിട്ട് ഈ ഫിഗർ വരയ്ക്കുക. ഈ ഫിഗർ വരച്ച ശേഷം ദാണ്ടേ ദ ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0 എന്നുള്ളതാണ് ആ റൂൾ.
അല്ലെങ്കിൽ ദ കറണ്ട് എൻ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. എന്നിട്ട് ഈ ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൽ എൻ്റർ ചെയ്യുന്ന കറണ്ടുകളുടെ സം എടുക്കുക ഈസ് ഈക്വൽ ടു ലീവ് ചെയ്യുന്ന കറണ്ടുകളുടെ സം. അതും കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്ന് ടോട്ടൽ 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ടോട്ടൽ 0 എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം സൈൻ നോക്കണം. വന്ന് കയറുന്നത് പ്ലസ് കറണ്ട് ആണെങ്കിൽ ലീവ് ചെയ്യുന്നത് മൈനസ് കറണ്ട് ആയിട്ട് വേണം എടുക്കേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് റൂൾ. പിന്നെ ഇവിടെ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യണം. ദിസ് റൂൾ ഈസ് ദി ഇഫക്റ്റ് ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. ചാർജസ് കൺസർവ്ഡ് ആയതുകൊണ്ടാണ് ഈ ജംഗ്ഷനിൽ പുതിയ കറണ്ട് ക്രിയേറ്റ് ചെയ്യുകയോ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്യാത്തത്. കിർച്ചോഫിന്റെ സെക്കൻഡ് റൂൾ നോക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് ഇരുന്നാലേ അത് അപ്ലൈ ചെയ്യുന്ന രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കിർച്ചോഫ് ലൂപ്പ് റൂൾ എന്നാണ് രണ്ടാമത്തെ റൂളിൻ്റെ പേര്. ലൂപ്പ് റൂൾ. ലൂപ്പ് റൂൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് വരുന്ന സമയത്താണ് കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സർക്യൂട്ടാണ്. ഇതിൽ ധാരാളം റെസിസ്റ്റേഴ്സും അതുപോലെ സെല്ല് 2 ഉണ്ട് അല്ലേ. ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സർക്യൂട്ടാണ്. ഇത്തരം സർക്യൂട്ടുകളിലാണ് നമുക്ക് ലൂപ്പ് റൂൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്ങനെ എന്ന് ചോദിച്ചാൽ അത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുതരാം. ഇതൊരു സർക്യൂട്ടാണെങ്കിൽ ഈ സർക്യൂട്ടിൽ 2 സെല്ലുകളുണ്ട്. ഈ സെല്ലുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജുകളായിരിക്കും ഇതിലെ ഓരോ റെസിസ്റ്ററിലും ലഭിക്കുന്നത്. സിമ്പിളായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. E1 എന്നൊരു സെല്ലുണ്ട്, E2 എന്ന് പറയുന്നൊരു സെല്ലുണ്ട്. ഈ സെല്ലിൽ നിന്നും കിട്ടുന്ന വോൾട്ടേജ് ആണ് ഈ പല റെസിസ്റ്ററുകളിലായിട്ട് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ R1, R2, R3, R4, R5 5 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ 5 റെസിസ്റ്ററിലും വോൾട്ടേജ് കിടപ്പുണ്ട്. ആ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അത് കിടക്കുന്നത് അല്ലെങ്കിൽ അതിൽ കിട്ടുന്നത് എവിടെ നിന്നാണ്? E1, E2 എന്ന് പറയുന്ന ഈ പറയുന്ന 2 EMFൽ നിന്നാണ്, അല്ലെങ്കിൽ സെല്ലിൽ നിന്നാണ്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലൊരു സർക്യൂട്ടിനെ നമ്മൾ പല ക്ലോസ്ഡ് ലൂപ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എനിക്ക് 3 ലൂപ്പ് എടുക്കാൻ സാധിക്കും. നോക്കൂ, A, D, C, B. നോക്ക്, A, D, C, B ഒരു ലൂപ്പാണ്. വേണമെങ്കിൽ തിരിച്ച് ചെയ്യണം. A, D, C, B, A ഒരു ലൂപ്പാണ്. അതുപോലെ ഈ മുകളിൽ ഒരു ലൂപ്പ് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. D, E, F, C, D കണ്ടോ. D, E, F, C, D അതൊരു ലൂപ്പാണ്. ഇനി വെളിയിൽ കൂടെ ഉള്ള ആ വലിയ ലൂപ്പ് നമുക്ക് നോക്കാം. A, E, F, B, A. A, E, F, B, A അതൊരു ലൂപ്പാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ലൂപ്പുകളായിട്ട് നിങ്ങൾ ഈ സർക്യൂട്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് ചിന്തിക്കണം. അപ്പോൾ ഇതുപോലൊരു സർക്യൂട്ട് കിട്ടിയാൽ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൽ എത്ര ലൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഇതൊരു ലൂപ്പാണ്, ഇതൊരു ലൂപ്പാണ്, ഇതൊരു ലൂപ്പാണ്. ഇതിങ്ങനെ ആലോചിക്കണം. ഓക്കെ, ഞാനത് മാറ്റിയാണ്. അപ്പോൾ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഞാൻ ആദ്യത്തെ ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. A, D, C, B, A. A, D, C, B, A ഒരു ലൂപ്പാണ്. ആ ലൂപ്പിൻ്റെ അത് എവിടെ നിന്ന് ഇനി വേറൊരു കാര്യം, ഈ ലൂപ്പ് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ADCBA എന്ന് പറഞ്ഞ് വേണമെങ്കിൽ തുടങ്ങാം. ഇവിടെ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. DCBA എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാം. അതിലൊരു കോർണറിൽ നിന്ന് തുടങ്ങാം. ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ അത് BADCB നോക്കൂ, BADCB ഒരു ലൂപ്പാണ്. ഈ ലൂപ്പിൽ ഓരോ റെസിസ്റ്റേഴ്സിലും ഉള്ള വോൾട്ടേജ് എത്രയാണെന്ന് നോക്കണം. അതായത് ഒരു റെസിസ്റ്ററിൽ കൂടി R എന്ന റെസിസ്റ്ററിൽ കൂടി I എന്ന കറണ്ട് കടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. R എന്ന ഒരു റെസിസ്റ്ററിൽ കൂടി I എന്ന ഒരു കറണ്ട് കടന്നു പോകുമ്പോൾ ആ റെസിസ്റ്ററിൽ ലഭിക്കുന്ന വോൾട്ടേജ് V = I × R ആണ്. അതാണ് ഓംസ് ലോയിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഒരു കറണ്ട് ഒരു റെസിസ്റ്ററിൽ പാസ് ചെയ്താൽ ആ റെസിസ്റ്ററിൽ വീഴുന്ന അല്ലെങ്കിൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് I × R ആയിരിക്കും. അപ്പോൾ ഈ റെസിസ്റ്ററിൽ എത്ര വോൾട്ടേജ് ആയിരിക്കും? ഒന്നാമത്തെ റെസിസ്റ്ററിൽ എത്ര വോൾട്ടേജ് ആയിരിക്കും നോക്കണം. I1 ഒന്നുകൂടെ, E1 എന്ന് പറയുന്ന സെല്ലിൽ നിന്ന് വരുന്ന കറണ്ടാണ് I1.
ആ I1 കറണ്ട് R1-ൽ കയറി അതിൽ നിന്ന് R2-ൽ കയറി ഇങ്ങോട്ട് വരും. E2 എന്നൊരു സെല്ല് ഇവിടെ ഉണ്ട്, അത് തരുന്ന കറണ്ടാണ് I2. ആ I2 R3-ൽ കൂടെ കയറി R4-ലൂടെ കയറി ഇവിടെ വരും. അപ്പോൾ I1 ഇതിലേ വന്ന് ഇവിടെ വരുന്നു, I2 ഇവിടെ വരുന്നു. ഈ ജംഗ്ഷനിൽ വച്ച് I1-ഉം I2-ഉം കൂടി ആഡായി മുകളിലോട്ട് ഫ്ലോ ചെയ്യും. അതാണ് എന്തെന്ന് എഴുതിയിരിക്കുന്നത് I3 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജംഗ്ഷൻ റൂൾ പഠിച്ചിട്ടുള്ളത് നമുക്കറിയാം. I1 ഈ സെല്ലിൽ നിന്ന് വന്ന് ഇവിടെ വരുന്നു, I2 ഈ സെല്ലിൽ നിന്ന് വന്ന് ഇവിടെ വരുന്നു. ഈ ജംഗ്ഷനിൽ അത് മീറ്റ് ചെയ്ത് മുകളിലേക്ക് ഫ്ലോ ചെയ്യുന്നു, അതാണ് I3. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് R1 എന്ന റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏത്? I1. അപ്പോൾ ഈ റെസിസ്റ്ററിൽ വോൾട്ടേജ് എത്ര? I1 R1. ക്ലിയർ ആണല്ലോ. പ്ലസ് രണ്ടാമത്തെ റെസിസ്റ്ററിൽ എത്ര വോൾട്ടേജ് ഉണ്ട്? രണ്ടാമത്തെ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏത് തന്നെയാണ്? ഈ I1 കറണ്ട് തന്നെയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് I1 R2. ഇങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ലൂപ്പിലുള്ള ടോട്ടൽ വോൾട്ടേജ് കൂട്ടി എഴുതണം. I1 R1 പ്ലസ് I1 R2. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് പ്ലസ്, അതായത് നമ്മൾ ഇങ്ങനെ പോവേണം. പ്ലസ് ഇനി ഇതാ ഈ റെസിസ്റ്ററിൽ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ R4 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണ്? ഓർമ്മിക്കണം, I1 ദാ ഇവിടം വരെ എത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് വന്ന് I2 ആണ് ഇവിടെ ചേർന്നാണ് I3 ആയിട്ട് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ചിലൂടെ ഒഴുകുന്ന കറണ്ട് I2 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി പോവേണേ, ഇങ്ങനെ നോക്കി ഇവിടെ എത്തി. ഇനി നെക്സ്റ്റ് R4-ൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡയറക്ഷൻ വെച്ച് വേണം പോകാനുള്ളത്. നമ്മളിപ്പോൾ ദാണ്ട് എഴുതിയിട്ടുണ്ട് BADCB. അപ്പോൾ ആ പാത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം. BAD, ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ I2 എന്ന് പറയുന്ന കറണ്ട് R4-ൽ കയറി. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് I2 R4 എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ. R4-ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഈ റൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ നമ്മൾ ബിയിൽ നിന്നും എയിലേക്ക് വന്ന സമയത്ത് നമ്മൾ വരുന്ന ഡയറക്ഷനിൽ തന്നെയാണ് ആര് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ബിയിൽ നിന്ന് എയിലേക്ക് നോക്കുമ്പോൾ B to A തന്നെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് നോക്കുന്ന സമയത്ത് I2 എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നതിന് എതിരെയാണ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ സൈൻ കൊടുക്കണം, മൈനസ് സൈൻ കൊടുക്കണം. അപ്പോൾ ഓർത്തിരിക്കാനുള്ള എളുപ്പം എങ്ങനെയാണ്? നമ്മൾ നോക്ക് വരുന്ന ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ വോൾട്ടേജുകളെ പോസിറ്റീവായിട്ട് എടുക്കണം. നമ്മൾ നോക്കുന്നതിനെതിരെയാണ് കറണ്ട് വരുന്നതെങ്കിൽ അപ്പോൾ അവിടെ കിട്ടുന്ന വോൾട്ടേജ് നെഗറ്റീവ് സൈൻ കൊടുത്ത് എഴുതണം. അപ്പോൾ I2 R4 എന്ന് പറയുന്ന വോൾട്ടേജ് മൈനസ് ആയി. മൈനസ് നമ്മളിങ്ങനെ പോവേണേ, ഇങ്ങനെ പോയപ്പോൾ അടുത്ത R3-ലെത്തി. R3 കൂടെ പോകുന്ന കറണ്ട് ഏത് തന്നെയാണ്? I2 തന്നെയാണ്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് I2 R3. എന്തിനാ അവിടെ മൈനസ് ഇട്ടെന്നറിയാമല്ലോ, നമ്മൾ നോക്കുന്നത് അങ്ങോട്ടാണ്, പക്ഷെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് തിരിച്ചാണ്. ഇങ്ങനെ നമ്മൾ ഒരു ലൂപ്പിലെ ടോട്ടൽ വോൾട്ടേജുകൾ ഓരോ റെസിസ്റ്ററിലെയും ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തിട്ട് ആ ലൂപ്പിലെ ഓരോ റെസിസ്റ്ററിലെയും വോൾട്ടേജുകൾ സം ചെയ്ത് എഴുതണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വോൾട്ടേജുകൾ ഇതിന് കിട്ടിയത് എവിടെ നിന്നാണ്? R1-ലും R2-ലും R3-ലും R4-ലും ഉള്ള ഈ വോൾട്ടേജുകൾ പ്രൊവൈഡ് ചെയ്തത് ആരാണ്? ഈ സെല്ലല്ലേ. ഈ സെല്ലിലെ EMF-കളാണ് ഇതിലെല്ലാം കൂടെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ റെസിസ്റ്ററുകളിലെ ആകെ വോൾട്ടേജ് സമം ആ ലൂപ്പിലുള്ള ടോട്ടൽ EMF ആയിരിക്കും. അതാണ് റൂള്. ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ലൂപ്പിലെ ഓരോ റെസിസ്റ്ററുകളിലെയും വോൾട്ടേജിൻ്റെ ആൽജിബ്രായിക് സം എന്ന് പറയുന്നത് ആ ലൂപ്പിൽ തന്നെയുള്ള സെല്ലുകളുടെ EMF-ൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പം നോക്കാം, ഇതിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു സെല്ലുണ്ട് E1, അവിടെ ഒരു സെല്ലുണ്ട് E2. പ്ലസ് E2 അല്ല ഇടേണ്ടത്, മൈനസ് E2 ആണ് ഇടേണ്ടത്. എന്താണ് കാര്യമെന്ന് മനസ്സിലായല്ലോ. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഡയറക്ഷനിൽ നമ്മൾ ഇങ്ങോട്ടാണ് നോക്കിയത്, അങ്ങനെ തന്നെയാണ് കറണ്ട് പോകുന്നത്. പക്ഷെ രണ്ടാമത്തെ സെല്ലിൻ്റെ കേസിൽ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, പക്ഷെ നമ്മൾ നോക്കുന്നത് ആ ഡയറക്ഷനിലാണ്. നമ്മൾ ഇങ്ങനെയാണ് നോക്കി വന്നത്.
നമ്മൾ ഇങ്ങനെയാണ് നോക്കി വന്നത്. ഈ താഴത്തെ സൈഡിൽ നമ്മൾ നോക്കുന്ന ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് പോകുന്നത്. പക്ഷെ മുകളിലെത്തിയപ്പോൾ നമ്മൾ നോക്കുന്നതിന് എതിരായിട്ടാണ് കറണ്ട് പോകുന്നത്. അങ്ങനെ വന്നാൽ അവിടെ -E2 എന്ന് എടുക്കണം. അപ്പോൾ -E2 എന്ന് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലൂപ്പിലെ ഇക്വേഷൻ ഇതാണ്. I1 R1 പ്ലസ് I1 R2 തിരിച്ച് ഇങ്ങനെ ഇതിലേക്ക് വരുമ്പം -I2 R4 -I2 R3 ഈസ് ഈക്വൽ ടു, ഇനി EMF-കളുടെ സമ്മായിട്ട് എഴുതണം. EMF, ഇവിടുത്തെ EMF, ഈ ബ്രാഞ്ചിലെ EMF E1 പ്ലസ് E2 എന്നാണ് എഴുതേണ്ടത്. പക്ഷേ കറണ്ട് എതിരായിട്ട് വരുന്നു, നമ്മൾ നോക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് -E2 ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാ ഈ ഇക്വേഷൻ എഴുതുന്നതിനെയാണ് ലൂപ്പ് റൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ അതിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. പറഞ്ഞു മനസ്സിലായി? രണ്ട് രീതിയിൽ അതിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക്, അപ്പോൾ എല്ലാവരും ഈ ഇക്വേഷൻ എഴുതിയെടുക്കുക. ഞാൻ മാക്കിയാണ്. അപ്പോൾ വീഡിയോ പൗസ് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതിയെടുക്കുക ഫസ്റ്റ് ലൂപ്പിൻ്റെ കേസിൽ. ഇനി നമുക്ക് സെക്കൻഡ് ലൂപ്പിലേക്ക് നോക്കാം. സെക്കൻഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഈ രീതിയിലാണ് നോക്കിയത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നോക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലൂപ്പിനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി, ചിലർക്കെങ്കിലും ഇപ്പോൾ ഡൗട്ട് തോന്നിക്കാണും, ബിയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയോണ്ടല്ലേ ഇത് പോസിറ്റീവും അല്ല അത് നെഗറ്റീവും വന്നത്, അപ്പോൾ അവിടെ നിന്ന് നോക്കിയാലോ എന്ന് ചോദ്യം വരും. നോക്കാം. നിങ്ങൾ ഇതേ ലൂപ്പ് തന്നെ സിയിൽ നിന്ന് ഇങ്ങോട്ടാണ് നോക്കിയിരുന്നെങ്കിൽ ഒന്ന് പറയാമോ? ഇവിടെ നമ്മൾ തുടങ്ങിയത് കറണ്ട് ഏതാണ്? I2 R3 പ്ലസ് ഇതിലെ കറണ്ട് I2 റെസിസ്റ്റൻസ് R4 മൈനസ്, അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ ആയിരിക്കും മൈനസ് ആവുന്നത്. -I1 R2 -I1 R1 ഈസ് ഈക്വൽ ടു E2 E1. ഇത് പോസിറ്റീവ് E2 E1 എന്ന് കിട്ടും. ഇനി ആദ്യം എഴുതിയ രീതിയിലായിരുന്നെങ്കിലോ I1 R1 പ്ലസ് I2 R2 I1 R1 പ്ലസ് I1 R2 മൈനസ് I2 R4 മൈനസ് I2 R3 ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്നല്ലേ നോക്കുന്നത്, ഇങ്ങനെ നോക്കുമ്പോൾ E1 E2 എന്ന് കിട്ടും. നിങ്ങൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നവർക്ക്, ഈ ലൂപ്പിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നവർക്ക് ഈ ഇക്വേഷൻ കിട്ടും, തിരിച്ച് ഒബ്സർവ് ചെയ്യുന്നവർക്ക് ഈ ഇക്വേഷൻ കിട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് രണ്ടും സെയിം ആണ്. കാര്യം എന്താണ്? ഇതിൽ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ ഒരു മൈനസ് രണ്ട് സൈഡിൽ നിന്ന് പുറത്തെടുത്ത് നോക്കി, ഇതിനെല്ലാം ഒരു മൈനസ് പുറത്തെടുത്ത് നോക്കി. അപ്പോൾ ഇത് മൈനസ് ആവും, ഇത് മൈനസ് ആവും, ഇതും പ്ലസ് ആവും, അത് തിരിഞ്ഞു വരും. എന്നിട്ട് ആ മൈനസും ക്യാൻസൽ ചെയ്താൽ പോരെ. അതായത് ഈ ഇക്വേഷനിലും ഒരു മൈനസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ രണ്ട് സൈഡിലും. പറഞ്ഞത് ക്ലിയർ ആയോ? ഞാൻ ഈ ഇക്വേഷനിൽ എല്ലാത്തിൽ നിന്നും ഒരു മൈനസ് സൈൻ പുറത്തെടുത്ത് എഴുതുകയാണെങ്കിൽ എനിക്ക് പഴയ ഇക്വേഷൻ തന്നെ കിട്ടും. മൈനസ് സൈൻ പുറത്തെടുത്ത് എഴുതുകയാണെങ്കിൽ എനിക്ക് പഴയ ഇക്വേഷൻ, മുകളിലത്തെ ഇക്വേഷൻ തന്നെ കിട്ടും. കാരണം ഇതിലുള്ള പോസിറ്റീവ് ഒക്കെ ഇതിനകത്ത് നെഗറ്റീവാണ്, ഇതിലെ നെഗറ്റീവ് എല്ലാം ഇതിനകത്ത് പോസിറ്റീവാണ്. പറഞ്ഞു മനസ്സിലായോ? ഈ ഇക്വേഷനിൽ നെഗറ്റീവ് സൈൻ എഴുതിയിട്ടിരിക്കുന്ന ടേംസ് ഈ ഇക്വേഷനിൽ പോസിറ്റീവ് സൈനാണ്. അതുപോലെ ഈ ഇക്വേഷനിൽ പോസിറ്റീവ് എഴുതിയിരിക്കുന്നതെല്ലാം ഈ ഇക്വേഷനിൽ നെഗറ്റീവാണ്. പകരം എന്ത് ചെയ്യും? അവിടെ തിരിഞ്ഞു വരും. E2 E1 E1 E2. അതായത് രണ്ട് സൈഡിലും ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങനെ ചിന്തിച്ചാലും മതി. ഇവിടെയും ഇതിനെയും അതുപോലെ ഇതിനെയും ഞാനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഇക്വേഷൻ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നിങ്ങൾക്ക് ക്ലോക്ക് വൈസിലും നോക്കാം ആൻറ്റി ക്ലോക്ക് വൈസിലും നോക്കാം. എഴുതുന്ന ഇക്വേഷനിൽ ടെക്നിക്കലി ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല, രണ്ടും സെയിം ആയിരിക്കും. അതായത് ഇതും മാത്തമാറ്റിക്കലി സെയിം ആണെന്നാണ് പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദ ആൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജസ് അക്രോസ് എ റെസിസ്റ്റർ ഇൻ എ ലൂപ്പ് ഈസ്, അതായത് ഒരു ലൂപ്പിലെ റെസിസ്റ്റേഴ്സിലെ വോൾട്ടേജുകളുടെ ആൾജിബ്രായിക് സം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ ആൾജിബ്രായിക് സം ഓഫ് EMF ഇൻ ദാറ്റ് ലൂപ്പ്. ആ ലൂപ്പിലെ EMF-കളുടെ ആൾജിബ്രായിക് സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ രീതി ഒന്നുകൂടെ നോക്കണം. ആദ്യം ഓരോ റെസിസ്റ്ററിലെയും കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് വോൾട്ടേജ്
അപ്പോൾ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, ആ പ്രോഡക്റ്റുകൾ കൂട്ടി എഴുതണം. എത്ര റെസിസ്റ്ററുകളുണ്ടോ അത്രയും വോൾട്ടേജുകൾ എഴുതണം. ഈസ് ഈക്വൽ ടു ആ ലൂപ്പിലെ തന്നെ EMFകളുടെ സം. ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കാണണം വീഡിയോ. ഇനി നമുക്ക് മറ്റേ ലൂപ്പ് നോക്കാം. CDEFC എന്ന് പറയുന്ന ആ ലൂപ്പ് ഞാൻ നോക്കുകയാണ്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെയാണ് നോക്കി വരാണ്ടതേ. അപ്പം നോക്കൂ, കറണ്ട് ഏതാണ്? I2, റെസിസ്റ്റൻസ് R3 പ്ലസ് I2 R4. ഇനി ഇങ്ങോട്ടാണ് പോണേ. അങ്ങോട്ട് പോണ കറണ്ട് ഏതാണെന്നറിയാലോ? I3 ആണ്. I3 ആവാൻ കാരണം ഈ I2ൻ്റെ കൂടെ ഇവിടെ നിന്ന് I1 വന്ന് ചേരുന്നതുകൊണ്ടാണ്. നമ്മൾ നോക്കുന്ന ഡയറക്ഷനിൽ തന്നെ അല്ലേ, നമ്മൾ മുകളിൽ ഇങ്ങനെയല്ലേ നമ്മൾ നോക്കി വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ കറണ്ടും അങ്ങോട്ട് തന്നെ. അപ്പോൾ പ്ലസ് I3 R5 കഴിഞ്ഞു. 3 എണ്ണമല്ലേ ഉള്ളൂ, 3 റെസിസ്റ്റേഴ്സല്ലേ ഉള്ളൂ. ഈസ് ഈക്വൽ ടു ഈ ലൂപ്പിനകത്തുള്ള EMFകളുടെ സം. ഈ ലൂപ്പിൽ ഒരു EMF ഉള്ളൂ, E2. സപ്പോസ് ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു EMF ഇല്ലായിരുന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ലൂപ്പിൽ ഇപ്പോൾ ഈ ഒരു സെല്ല് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ ലൂപ്പ് എടുക്കാൻ നേരത്ത്, ഈ ലൂപ്പ് എടുക്കുന്ന സമയത്ത് അതിൽ EMF ബാറ്ററി ഇല്ല എങ്കിൽ നിങ്ങൾ ഈ വോൾട്ടേജുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്രയാണെന്ന് എഴുതിയാൽ മതി? 0 എന്ന് എഴുതിയാൽ മതി. മനസ്സിലായി? EMF ഇല്ലാത്തതാണെങ്കിൽ ഈ ഓരോ റെസിസ്റ്ററിലെയും വോൾട്ടേജ് എടുത്ത് വെച്ച് ഈസ് ഈക്വൽ ടു EMF ഇല്ല മീൻസ് സെല്ലില്ലെങ്കിൽ അവിടെ 0 എന്ന് എഴുതാം. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തുണ്ടായിരുന്നു? അവിടെ സെല്ലുണ്ട്, അതുകൊണ്ട് നമ്മൾ അവിടെ E2 എന്ന് എഴുതണം. E2 ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത ഒരു ലൂപ്പ് കൂടെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഒരു ലൂപ്പ് കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു ലൂപ്പ്? ഇവിടെ തൊട്ട് അല്ലേ? BAEFB എന്ന് പറഞ്ഞു നോക്കിയേ. കറണ്ട് ആദ്യം നോക്കണം. ഇവിടെ നിന്ന് തുടങ്ങണം, ഇങ്ങനെ നോക്കി വരണം. അപ്പം I1 R1 പ്ലസ് I1 തന്നെയാണ് ഇതിനകത്ത് പോകണം, പ്ലസ് I1 R2. ഇനി നേരെ ഇവിടെയാണ് ഇതിലാണ് നോക്കേണ്ടത്. അപ്പോൾ പ്ലസ് I3 R5 ഈസ് ഈക്വൽ ടു EMF ഉണ്ടോ? EMF ഉണ്ട്, ഇതാ E1 ആണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പല പല ഇക്വേഷൻസ് ആക്കി ഇതിനെ എഴുതാൻ സാധിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് കിർച്ചോഫ് ലൂപ്പ് റൂൾ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. വീഡിയോ വീണ്ടും ഒന്നുകൂടെ നോക്കണം. ഇവിടെ എല്ലാം പ്ലസ് വരാൻ കാരണം നമ്മൾ നോക്കിയ ഡയറക്ഷനിലാണ്. എല്ലാം ഇങ്ങോട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ കറണ്ട് വന്നതും അങ്ങോട്ട് തന്നെയാണ്. നിങ്ങൾ തിരിച്ച് നോക്കിയിരുന്നെങ്കിലോ? നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങളെ ഇങ്ങനെ നോക്കുന്നതിന് പകരം തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നോക്കിയിരുന്നെങ്കിൽ, അവിടെ നിന്ന് ഇങ്ങനെയാണ് നോക്കിയിരുന്നെങ്കിലോ? ഇത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കി വരികയാണെങ്കിൽ I3 നമുക്കെതിരാണ്. അപ്പം മൈനസ് I3 R5 അവിടെ വന്നനെ. ഇനി തിരിച്ച് വന്ന് നട ഇങ്ങനെയല്ലേ നമ്മൾ പോകണം. അവിടെ നിന്നാണ് നോക്കി വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കി I3 എതിരെ വന്നു. ഇനി ഇവിടെ എത്തുമ്പോൾ നോക്കിയാണ് I1 നമുക്കെതിരെ വരെയും. അപ്പം മൈനസ് I1 R1 മൈനസ് I1 R2 ഈസ് ഈക്വൽ ടു നോക്കേ, സെല്ലിൽ നിന്ന് കറണ്ട് വരുന്നത് നമുക്കെതിരെയാണ്. ഈസ് ഈക്വൽ ടു മൈനസ് E1 എന്ന് എഴുതേണ്ടി വന്നനെ. ഈസ് ഈക്വൽ ടു മൈനസ് E1 എന്ന് എഴുതണം. ഇനി ഞാൻ നിങ്ങൾ നോക്കിയാണ് മുകളിലും താഴെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ സെയിം ആണ്. എന്തിനാണ് മൈനസ് E1 എന്ന് എഴുതിയത്? നമ്മൾ നോക്കുന്ന കറണ്ട് നമുക്കെതിരെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മൈനസ് എന്ന് എഴുതി. ഇനി നോക്കട്ടെ, ഈ മൈനസ് എല്ലാം പുറത്തെടുത്ത് വെട്ടിപ്പോയാൽ പഴയ ഇക്വേഷൻ തന്നെ കിട്ടും. അതാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. കിർച്ചോഫ് ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. നന്നായിട്ട് മനസ്സിലാക്കണം. ഈ റൂളിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയ algebraic sum of the products of current and resistance in a closed circuit is equal to the net EMF in it. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒന്നുകൂടെ ക്ലോസ്ഡ് ലൂപ്പ് BADCB ഒന്നുകൂടെ കൺസിഡർ ചെയ്യാണ്. BADCB എന്ന ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്നത് നോക്കി, സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. അതായത് ഓരോ റെസിസ്റ്ററിലെയും കറണ്ടും റെസിസ്റ്റൻസും തമ്മിലുള്ള പ്രോഡക്റ്റ്. എന്താ ഉദ്ദേശിക്കുന്ന? വോൾട്ടേജ് ആണ്. ഞാൻ നേരത്തെയും പറഞ്ഞ വോൾട്ടേജ് ആണ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്
പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വോൾട്ടേജിനെയാണ്. അപ്പോൾ I1 R1. അതുപോലെ അടുത്ത റെസിസ്റ്റൻസിൻ്റെ R2 ആണ്. അതിലൂടെ കയറി പോകുന്ന കറണ്ടും ഏത് തന്നെയാണ്? ഈ I1 തന്നെയാണ് ഇതിലേ കയറി ഇതിൽ വരുന്നത്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് I1 R2. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ ആ ബ്രാഞ്ചിൽ വരുന്ന കറണ്ട് I2 ആണ്. I2 കയറുന്നത് R3യിലും R4ലും ആണ്. അപ്പോൾ I2 × R4. എന്തിനാണ് മൈനസ് കൊടുത്തതെന്ന് അറിയാലോ? ഓർക്കാനുള്ള എളുപ്പവഴി, നമ്മൾ അവിടെ നിന്ന് നോക്കി വരുമ്പോൾ നമ്മൾ നോക്കുന്ന ഡയറക്ഷനിലാണ് കറണ്ട് വന്നത്. അതുകൊണ്ട് ആ രണ്ട് ടൈം അവിടെ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ ആ ലൂപ്പിൻ്റെ മുകളിലോട്ട് കയറി അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ദിശയ്ക്ക് എതിരെയാണ് കറണ്ട് ഫ്ലോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന ടൈംസ് നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. വീണ്ടും -I2 കറണ്ട് ഏതിൽ കയറുന്നു? R3യിൽ കയറുന്നു. ഇതാണ് ആൾജിബ്രായിക് സം. ഈ എഴുതി വെച്ചിരിക്കുന്നതിനെയാണ് ആൾജിബ്രായിക് സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? ദ നെറ്റ് EMF ഇൻ ഇറ്റ്. നെറ്റ് EMF എന്ന് വെച്ചാൽ ആ ലൂപ്പിലെ ടോട്ടൽ EMF എടുത്ത് വെച്ച് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും നോക്കി വരുമ്പോൾ ഇവിടെ ഒരു EMF ഉണ്ട്. ഏതാണ്? E1. അപ്പുറത്തോട്ട് പോകുമ്പോൾ അവിടെ ഒരു EMF ഉണ്ട്. ഏതാണ്? E2. അവിടെ ഒരെണ്ണം മൈനസ് ആവാൻ കാരണം ഇവിടെ കറണ്ട് വരുന്നത് നമ്മൾ വരുന്ന ദിശയിലും അവിടെ കറണ്ട് വരുന്നത് നമ്മൾ നോക്കുന്നതിന് ഓപ്പോസിറ്റുമാണ്. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതാൻ സാധിക്കും. ദ ആൾജിബ്രായിക് സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ നെറ്റ് EMF ഇൻ ദ ലൂപ്പ്. ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് സെല്ലുകളുണ്ട്. അവന്മാർ തരുന്ന ടോട്ടൽ EMF തന്നെയാണ് പല റെസിസ്റ്ററുകളിലായിട്ട് കിടക്കുന്നത്. അതായത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നമ്മുടെ കയ്യിൽ 2 ബാറ്ററി ഉണ്ടായിരുന്നു. അതിനകത്തുള്ള EMF തന്നെയാണ് ആ സർക്യൂട്ടിൽ പലയിടത്തായിട്ട് കിടക്കുന്നത്. അല്ലാതെ പുതിയതായിട്ടൊരു വോൾട്ടേജ് നമുക്ക് കിട്ടത്തില്ല. ഉള്ള വോൾട്ടേജ് ഡിസ്ട്രോയ് ആയി പോകുന്നുമില്ല. നമ്മുടെ സെല്ല് തരുന്ന EMF പല റെസിസ്റ്ററുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ റൂള് ഏത് റൂളിൻ്റെ എഫക്റ്റ് എന്ന് ഏത് ലോയുടെ എഫക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ലൂപ്പ് റൂൾ ഈസ് ദി ഇഫക്റ്റ് ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്നാൽ ആദ്യം പഠിച്ച ജംഗ്ഷൻ റൂൾ എന്തായിരുന്നു? ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആയിരുന്നു. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. കിർച്ചോഫ് ലൂപ്പ് റൂൾ ഈസ് ദി ഇഫക്റ്റ് ഓഫ് വിച്ച് ലോ എന്ന് ചോദിച്ചാൽ ആൻസർ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതാണ് കിർച്ചോഫിൻ്റെ 2 റൂൾസ്, ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും. നന്നായിട്ട് ലൂപ്പ് റൂൾ മനസ്സിലാക്കുക. കാരണം ഈ ലൂപ്പ് റൂൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, ശരി, താങ്ക്സ്.